സൂംബ എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു കായിക പരിശീലനമല്ല, മറിച്ച് അതിന് അതിൻ്റെതായ കൾച്ചറൽ എലമെന്റുകൾ ഉണ്ട്. അവിടെയാണ് ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ് സൂംബ എന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഉണ്ട്, അതിന് അതിൻ്റെതായ മ്യൂസിക് ഉണ്ട്, അതിന് അതിൻ്റെതായ എല്ലാ തരത്തിലുള്ള ഏതൊരു കാര്യം അങ്ങനെയാണല്ലോ. സ്കൂളുകളിൽ യൂണിഫോം ധരിച്ചായിരിക്കും ഈ എക്സസൈസ് നടത്തുക എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ എന്ത് വാദം കൊണ്ടാണ് വരുന്നത്? അത് ഒരു വിഷയം മാത്രമാണ്, അതൊരു വിഷയം മാത്രമാണ്. അല്ല, അതിനാദ്യം മറുപടി പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിൽ കിടക്കാന്നേ. നിങ്ങൾ ആദ്യം പറഞ്ഞു അല്പവസ്ത്രം എന്ന്. അല്പവസ്ത്രമല്ല, തെളിഞ്ഞല്ലോ. നമ്പർ 1 അല്പവസ്ത്രമല്ല, തെളിഞ്ഞല്ലോ. അടുത്ത പോയിന്റ് തെളിഞ്ഞല്ലോ. നിങ്ങളുടെ വാദം പൊളിഞ്ഞോ ഇല്ലയോ? മാത്രമല്ല വിഷയം. അതിൽ പൊളിഞ്ഞോ ഇല്ലയോ? ഇല്ല ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതെന്താ? ഇല്ല, സ്കൂളുകളിൽ യൂണിഫോം ഇട്ടിട്ടാണ് ഈ എക്സസൈസ് ചെയ്യുക. കരിക്കുലത്തിലടക്കം പറയാം. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്, അതിലേക്ക് നയിക്കും എന്നാണ് പറഞ്ഞത്. സ്കൂളുകളിലേക്ക്, അതായത് പാഠപുസ്തകത്തിലടക്കം ഈ അല്പവസ്ത്രം ഉള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻഡോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതായത് അതിന്റെ ഞങ്ങൾ ഉയർത്തുന്ന കൺസേണിന്റെ ഒരു ഭാഗമാണ് വസ്ത്രം എന്നുള്ളത്. അത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. പാഠപുസ്തകത്തിൽ സൂംബ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചിത്രം നിങ്ങൾ നോക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാഠപുസ്തകത്തിൽ സൂംബയുമായി ബന്ധപ്പെട്ടുള്ള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൂംബ ഡാൻസിന്റെ ഒരു ചിത്രം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ആ ഡ്രസ് ഇട്ടിട്ടാണ് സ്കൂളിൽ സൂംബ ചെയ്യുക എങ്ങനെ നിങ്ങൾ തീരുമാനിക്കുക? അല്ല, അവിടെയാണ് എട്ടാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണിത്. ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഡ്രസ്സിങ് കാണുമ്പോൾ അതിനെതിരായ ഒരു കൺസേൺ ഉയർത്തുമ്പോൾ ആ ഡ്രസ്സ് അടക്കം അതിന്റെ ഭാഗമായി വരും. എന്ന് വെച്ചാൽ ഡ്രസ്സ് മാത്രമല്ല വിഷയം, ഈ ഡ്രസ്സ് പ്രശ്നമാണ്. മാത്രമല്ല, വാട്സാപ്പുകളിലൂടെ നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയാം, ഔദ്യോഗികമായി വാട്സപ്പിലൂടെ പിന്നെ പല സ്കൂൾ മുഖാന്തരം കൊടുത്തിട്ടുള്ള വീഡിയോകളിലെല്ലാം ഈ ഡ്രസ്സിങ്ങിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കൺസേൺ ഉയർത്തുമ്പോൾ അത് കൂട്ടത്തിൽ ഉയർത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്ന് വെച്ച് വസ്ത്രം മാത്രമാണ് പ്രശ്നം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല.